അപ്പൊ ആരാണ് പോയത്, എപ്പോഴാണ് പോയത്, എന്താണ് അവസാനം കഴിച്ചത്? പോയതിന്റെ ഭർത്താവാണ്. മൂപ്പര് ഞങ്ങളെ കല്യാണം കഴിഞ്ഞ് 6 മാസം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ച് 6 മാസം കഴിഞ്ഞപ്പോ മൂപ്പർക്കൊരു പൂതി. അപ്പൊ 6 മാസം കഴിഞ്ഞപ്പോഴാണ് മൂപ്പർക്ക് പൂതി. ഗൾഫ് പോവാൻ. അത് ശരി, ഗൾഫ് പോവാൻ. അങ്ങനെ മൂപ്പര പൂതിയല്ലേന്നും വിചാരിച്ചിട്ട് ഞാൻ എന്റെ പണ്ടങ്ങളെ മുഴുവൻ വിറ്റിട്ട് ഇയാളെ ഗൾഫിലേക്ക് പറഞ്ഞയച്ച്. ഇപ്പൊ 12 കൊല്ലായിട്ടൊരു വിവരവും ഇല്ല. ചിരിക്കരുത്. അല്ല, കരഞ്ഞതല്ലേ? എന്തൊരാളാണ്ട് ഈ മുത്തു പോലത്തെ പെൺകുട്ടീനെ 6 മാസം കൂടെ ഈ കഴിഞ്ഞിട്ട്. അല്ല മോളെ, കുട്ടികളുണ്ടോ? 4 കുട്ടികളുണ്ട്. കല്യാണം കഴിഞ്ഞ 6 മാസങ്ങൾ ഒരുമിച്ച് ജീവിച്ച് 12 കൊല്ലായിട്ട് ഓൻ ഗൾഫിലാണ്. ഇപ്പൊ 4 കുട്ടികളും ഉണ്ട് അല്ലേ? എന്നിട്ട് 12 കൊല്ലായിട്ട് മനുഷ്യന്റെ ഒരു വിവരവും ഇല്ല. കൊല്ലത്ത് വരലുണ്ട്. അത് ശരി, 12 കൊല്ലായിട്ട് ഇങ്ങോട്ട് വരലും ഇല്ല, കൊല്ലത്തില് വരലും ഉണ്ട്. ഇപ്പൊ അങ്ങനെ കണക്ക് കൂട്ടുമ്പോ ഈ രണ്ട് കണക്ക് തെറ്റിപ്പോവാണല്ലോ. എങ്ങനെയാപ്പോ അത് കണക്ക് മനസ്സിലായില്ല എനിക്ക്. അല്ല, കൊല്ലം എന്ന് പറഞ്ഞ സ്ഥലത്ത് വരലുണ്ട്. അവിടെ മൂപ്പർക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്. എന്തൊക്കെ ചെലവുണ്ടിക്ക്. 4 മക്കളെ പോറ്റണം, മൊബൈലിന് ഗ്യാസ് നിറയ്ക്കണം. മൊബൈലിന് ഗ്യാസ് നിറക്കിയേ? അല്ലാന്ന്, മൊബൈലിന് 10,000 ഉറുപ്പ്യന്റെ റീചാർജ് വേണമെങ്കിൽ മാസം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാനുള്ള ഏർപ്പാട് ചെയ്യണം ട്ടാ. അല്ലേ, മൂപ്പര് വരണമെന്നില്ല, പൈസ അയച്ചാ മതി. കണ്ടടോ, അവിടെ പോലും എന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എവിടുന്ന് കിട്ടടോ അങ്ങനത്തെ മുത്തു പോലത്തെ ഒരു പെണ്ണുങ്ങളെ? മോളെ ചിരിക്കല്ലേ. അയ്യോ, ഓനെ ചിരിപ്പിച്ച് പറഞ്ഞയച്ചായിരിക്കും എനിക്ക് തോന്നുന്നത്.